MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവായി TM കൃഷ്ണയെ കണക്കാക്കുന്നത് വിലക്കി സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞ ദിവസം മദ്രാസ് മ്യൂസിക് അക്കാദമി കൃഷ്ണയ്ക്ക് അവാർഡ് സമ്മാനിച്ചതിന് പിന്നാലെയാണ് കോടതി നിർദ്ദേശം. ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഹൈക്കോടതിയും ഈ മദ്രാസ് ഹൈക്കോടതിയും അദ്ദേഹത്തിന് പുരസ്കാരം നൽകാം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ആ കോടതി വിധി കൂടി തള്ളിക്കളയുന്ന ഒരു ഉത്തരവാണിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ TM കൃഷ്ണയെ MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നു? എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്? ലക്ഷ്മി, MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പുരസ്കാരം TM കൃഷ്ണയിലേക്ക് എത്തിച്ചേർന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലാണ് ഈ MS സുബ്ബലക്ഷ്മിയുടെ ചെറുമകൻ ശ്രീനിവാസ് ഇത്തരത്തിലൊരു പുരസ്കാരം നൽകുന്നതിനെതിരെ സമീപിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ പുരസ്കാരം നൽകുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. പിന്നീട് എന്നാൽ ഈ മ്യൂസിക് അക്കാദമി അതുപോലെ ദ ഹിന്ദു പത്രം അടക്കമുള്ളവർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചാണ് ഇത് പുരസ്കാരം നൽകാം എന്ന് ഉത്തരവിട്ടത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ ഈ വിഷയം ആദ്യഘട്ടത്തിൽ അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. അതായത് ഡിസംബർ 15 പുരസ്കാരം സമർപ്പിക്കും, അതുകൊണ്ട് അടിയന്തരമായി വിഷയം പരിഗണിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചെങ്കിലും അത് അനുവദിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഹർജി വീണ്ടും പരിഗണിച്ച വേളയിലാണ് ഇത്തരം ഒരു നിരീക്ഷണം, അതായത് ഈ പുരസ്കാരം സമർപ്പിച്ചു കഴിഞ്ഞു എങ്കിലും പുരസ്കാരം നൽകിയതായി അംഗീകരിക്കരുത്, അല്ലെങ്കിൽ പുരസ്കാര ജേതാവാണ് എന്ന രീതിയിൽ അംഗീകരിക്കരുത്, അതിന് താൽക്കാലികമായ വിലക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായി ഇത് വിലക്കുകയും ഇനി പിന്നീട് ഈ ഹർജി പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഈ TM കൃഷ്ണയുടെ സംഗീത മികവിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ബാധിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശമല്ല കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന് കോടതി ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഹർജി വന്നതിനെ തുടർന്ന് ഈ പുരസ്കാര ജേതാവ് എന്ന് അംഗീകരിക്കുന്നത് താൽക്കാലികമായി വിലക്കുന്നു എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തന്റെ പേരിൽ യാതൊരു പുരസ്കാരങ്ങളും തന്റെ മരണശേഷം MS സുബ്ബലക്ഷ്മി വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നതായിരുന്നു ചെറുമകന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഈ വിൽപത്രത്തിൽ ചെറുമകൻ ഇത്തരം ഒരു വാദം ഉന്നയിക്കുമ്പോൾ ഈ വിൽപത്രത്തിന്റെ അവകാശി ഈ ഹർജിക്കാരനായ ചെറുമകൻ മാത്രമല്ല എന്ന മറുവാദവും കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു താൽക്കാലിക വിലക്കാണ്. നിലവിൽ TM കൃഷ്ണയെ ഇത്തരത്തിലൊരു പുരസ്കാര ജേതാവായി അംഗീകരിക്കരുത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഷബ്ന സിയാദ്, ലീഗൽ കറസ്പോണ്ടന്റ്, വിശദാംശങ്ങൾ പങ്കുവച്ചത്.